ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വബഅദ്. ബുലൂഗുൽ മറാമിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ സ്വലാത്തു തതവ്വുഇൽ അവസാനം നൽകിയ നമസ്കാരമാണ് സലാത്തു ദുഹ, അല്ലേ? സലാത്തു ദുഹ. നിങ്ങളിൽ എന്താണ് അദ്ദേഹത്തിന് പേരുണ്ടോ? ഇല്ല, ബാബു സലാത്തു ദുഹ അങ്ങനെയൊന്നുമില്ലല്ലേ? അല്ല. ദുഹൻ്റെ വിഷയത്തിൽ ഏതാനും ഹദീസുകളാണ് അതിൽ നൽകിയിട്ടുള്ളത്. ദുഹൻ്റെ വിഷയത്തിൽ ഏതാനും ഹദീസുകൾ. അതോടുകൂടി ബാബു സലാത്തു തതവ്വുഅ് തീർന്ന് ഇനി പിന്നെ സലാത്തുൽ ജമാഅ അല്ലേ? തയ്യബ്. ഒന്നാമത്തെ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അദ്ദുഹാ അർബഅൻ വയസീദു മാഷാ അല്ലാഹ്. റവാഹു മുസ്ലിം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം. നമ്മളിവിടെ ഹദീസിൻ്റെ മത്തിന് മാത്രമേ എഴുതുള്ളൂ. ഹദീസിൻ്റെ റാവിയും അതേപോലെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസും നമ്മൾ എഴുതില്ല. അത് പറയാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുസല്ലി ദുഹ ദുഹ നമസ്കരിക്കുമായിരുന്നു. അർബഅൻ എത്ര റക്അത്ത്? 4 റക്അത്ത്. വയസീദു മാഷാ അല്ലാഹ് വയസീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർദ്ധിപ്പിക്കും മാഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ച അത്ര. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹ നമസ്കരിക്കുമായിരുന്നു 4 റക്അത്ത്. പിന്നെ അള്ളാഹു ഉദ്ദേശിച്ച അത്ര വർദ്ധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഈ ഹദീസ് ദുഹ നമസ്കാരത്തിൻ്റെ പ്രാമാണികതയാണ് അറിയിക്കുന്നത്. ദുഹ നമസ്കാരം എന്താണ്? അത് സുന്നത്താണ്. അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇത്. ഇതിൽ റസൂൽ എത്ര നിസ്കരിച്ചു എന്നാണ്? 4 നിസ്കരിച്ചു എന്നാണ്. പിന്നെ വയസീദു മാഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശം അത്ര വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പിന്നീട്. ഈ ദുഹ നമസ്കാരം എന്താ ദുഹ നമസ്കാരം? ദുഹ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ ഉള്ള സമയം, ആ സമയത്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണെന്ത്? നിയമമാക്കപ്പെട്ട നിസ്കാരമാണ് ദുഹ നമസ്കാരം. ദുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹനാണ്. ദുഹ പൂർവാഹനം. ദുഹ അതേപോലെ ദഹവത്ത്, അതേപോലെ ദുഹ അങ്ങനെ പറയും. ദുഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൂർവാഹനത്തിൻ്റെ ആദ്യ സമയം, ദഹവത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മധ്യസമയം, ദുഹ എന്ന് പറഞ്ഞാൽ പിന്നെ പൂർവാഹനത്തിൻ്റെ അവസാന സമയം, സൂര്യൻ മധ്യത്തിൽ തെറ്റുന്ന ആ സമയം അതിന് പറയും. പക്ഷേ അത് ഭാഷയിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഷറയിൽ ദുഹ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് 3 അടങ്ങിയ സമയമാണ്. 3 അടങ്ങിയ സമയമാണ് എന്ന് പറഞ്ഞെങ്കിൽ സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയുള്ള ആ സമയം. ആ സമയത്ത് നിയമമാക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട നമസ്കാരമാണ് സലാത്തു ദുഹ നമസ്കാരം. അത് വലിയ പുണ്യ നമസ്കാരമാണ്. പുണ്യ നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർദാഇനോടും അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടും വസിയത്ത് ചെയ്ത വസിയത്തിൽ കാണാം. അവർ പറയണ ഔസാനി ഖലീലി, എൻ്റെ ഖലീൽ എന്നോട് വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബിസലാസിൻ 3 കാര്യങ്ങൾ കൊണ്ട് വസിയത്ത് ചെയ്തു എന്നാണ് അബൂദർദാവും പറയുന്നുണ്ട്, അത് അബൂ ഹുറൈറയും പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹുമ. 3 കാര്യങ്ങൾ കൊണ്ട് വസിയത്ത് ചെയ്തു എന്നാണ്. അതിൽ ഒന്ന് സലാത്തു ദുഹയാണ്. സലാത്തു ദുഹയാണ്. പിന്നെ വിത്ര ആണ്. പിന്നെ എല്ലാ മാസത്തെയും 3 നോമ്പുകളാണ്. എല്ലാ മാസത്തെയും 3 നോമ്പുകൾ. അപ്പോൾ സലാത്തു ദുഹ പുണ്യമുള്ള നമസ്കാരമാണ്.
അതേപോലെ തന്നെ ഒരു ഹദീസിൽ ഇമാം മുസ്ലിം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പിന്നെ ഒരാൾ പ്രഭാതത്തിൽ പ്രവേശിക്കുമ്പോൾ അയാൾ പിന്നെ 360 ഹസ്തികളും അതേപോലെ തന്നെ ജോയിൻറ്റുകളാണ് അയാൾക്കുള്ളത്. അപ്പോൾ അയാൾക്ക് അതിനെല്ലാം അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ തസ്ബീഹും സദക്കയാണ്, എല്ലാ തക്ബീറും സദക്കയാണ്, എല്ലാ തഹ്മീദും സദക്കയാണ്, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതും സദക്കയാണ്, അംറുൽ മഅറൂഫ് നന്മ കൽപ്പിക്കൽ സദക്കയാണ്, നഹിയുൻ അനിൽ മുൻകർ സദക്കയാണ്, അതേപോലെ ഇമാത്തത്തുൽ അദാനി തരീഖ് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ സദക്കയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ്, വയുജ്സിഉ അൻ കുല്ലി ദാലിക റകഅതാനി യർകഉഹുമ ഫി ദുഹ. ഇതിനൊക്കെ പകരമായിട്ട് അയാൾ 2 റക്അത്ത് ദുഹ നമസ്കരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ദുഹ നമസ്കാരത്തിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? കുറേ തസ്ബീഹ്, കുറേ തക്ബീർ, കുറേ തഹ്ലീൽ, ഇങ്ങനെ അതൊക്കെ വലിയ പുണ്യമാണല്ലോ, ഒക്കെ സദക്കയാണ്. അതൊക്കെ നിർവഹിക്കുന്നതിന് പകരം ഒരാൾ 2 റക്അത്ത് ദുഹ നമസ്കരിച്ചാൽ മതിയാകും, അതിന് തുല്യമാകും എന്ന അർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ദുഹ നമസ്കാരത്തിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. ദുഹ നമസ്കാരം ഇനി ചില ഹദീസുകൾ നമ്മൾ ഇവിടെ വിശദീകരിക്കുമ്പോൾ അതിനുള്ളൊരു അഭിപ്രായ വ്യത്യാസം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഒന്നാമത്തെ ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുസല്ലി ദുഹ 40 വയസീദു മാഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചത്ര റസൂലുള്ളാഹി വർദ്ധിപ്പിക്കുമായിരുന്നു. ദുഹ നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം ഈ മുസ്ലിമിൻ്റെ ഈ റിവായത്തിൽ ഹദീസാണ്. ഇവിടെ റസൂലിന് 4 നിസ്കരിക്കുമായിരുന്നു, പിന്നെ അള്ളാഹു ഉദ്ദേശിച്ച അത്ര വർദ്ധിപ്പിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ദുഹ നമസ്കാരത്തിൻ്റെ നിർണിത എണ്ണം റക്അത്തില്ലാന്ന്, റക്അത്തിൻ്റെ നിർണിത എണ്ണമല്ല, പിന്നെയോ എത്രയും നിസ്കരിക്കാം എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അതിന് ഇനി ഇൻഷാ അല്ലാഹ് ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ അതിന് നിർണിത എണ്ണ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ഹദീസ്, അൻഹ റളിയല്ലാഹു തആല അൻഹ, അല്ലെങ്കിൽ വലഹു അൻഹ, അങ്ങനെയല്ലേ ഉള്ളത് നിങ്ങളിൽ? അങ്ങനെ വലഹു അൻഹ. വലഹു എന്ന് പറഞ്ഞാൽ മുസ്ലിമിനുണ്ട്, റവാഹു മുസ്ലിം എന്ന് പറഞ്ഞല്ലേ. വലഹു എന്ന് പറഞ്ഞാൽ മുസ്ലിമിനുണ്ട്. അൻഹ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലുണ്ട് എന്നർത്ഥം. എന്താണ്? അന്നഹ സുഇലത്ത്, ആയിഷ റളിയല്ലാഹു തആല അവർ ചോദിക്കപ്പെട്ടു, അന്നഹ അവർ സുഇലത്ത് ചോദിക്കപ്പെട്ടു, ഹൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുസല്ലി ദുഹ. എന്താ ഇതിൻ്റെ അർത്ഥം? ഹൽ കാന യുസല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സലാത്തു ദുഹ, റസൂലുള്ള ദുഹ നമസ്കരിക്കാറുണ്ടായിരുന്നോ? ഹൽ കാന റസൂലുള്ള യുസല്ലി ദുഹ, റസൂലുള്ള ദുഹ നമസ്കരിക്കാറുണ്ടായിരുന്നോ? ഉമ്മുൽ മുഅ്മിനീൻ ചോദിക്കപ്പെടുകയാണ്. അപ്പോൾ ഖാലത്ത്, ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു, ല, ഇല്ല, ഇല്ല അൻ യജീഅ മിൻ മഗീബിഹി, ഇല്ല അൻ യജീഅ മിൻ മഗീബിഹി, മഗീബിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അല്ലാതെ, വരികയായാൽ അല്ലാതെ. മഗീബ് എന്ന് പറഞ്ഞാൽ യാത്ര, ഉദ്ദേശം യാത്രയാണ്. മഗീബി എന്ന മിൻ സഫരിഹി എന്നുള്ള ഉദ്ദേശം. റസൂലുള്ള തൻ്റെ യാത്രയിൽ നിന്ന് വരികയായാൽ അല്ലാതെ. അപ്പോൾ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുഹ നമസ്കരിക്കാറുണ്ടായിരുന്നോ? അപ്പോൾ ആയിഷ റളിയല്ലാഹു പ്രതികരിക്കുകയാണ്, ഖാലത്ത് ല, നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, ഇല്ല അൻ യജീഅ മിൻ മഗീബിഹി, റസൂലുള്ള തൻ്റെ യാത്രയിൽ നിന്ന് വരികയായാൽ അല്ലാതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യാത്ര കഴിഞ്ഞ് വരുമ്പോൾ റസൂലുള്ള എന്ത് ചെയ്യാറുണ്ട്? ദുഹ നമസ്കരിക്കാറുണ്ട്. അതില്ലെങ്കിൽ ഇല്ല എന്നർത്ഥം. ഇനി അടുത്ത ഹദീസ് അതുകൂടി നോക്കുക. വലഹു അൻഹ, അങ്ങനെ തന്നെ അല്ലേ? വലഹു എന്ന് പറഞ്ഞാൽ മുസ്ലിമിനുണ്ട്. ഈ 3 ഹദീസുകളും മുസ്ലിമിൻ്റെ ഹദീസാണ്. അൻഹ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, ഖാലത്ത്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുസല്ലി സുബ്ഹത ദുഹ ഖത്ത് വ ഇന്നി ലഉസബ്ബിഹുഹ. മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ യുസല്ലി സുബ്ഹത ദുഹ, ദുഹ നമസ്കരിക്കുന്നതായിട്ട്, ഖത്ത്, തീർത്തും ഒരിക്കലും കണ്ടിട്ടില്ല. സുബ്ഹത ദുഹ എന്ന് പറഞ്ഞാൽ സലാത്തു ദുഹ, സുബ്ഹത ദുഹ എന്ന് പറഞ്ഞാൽ സലാത്തു ദുഹ. യുസല്ലി ഖത്തു സുബ്ഹത ദുഹ മാ ബി മുഷ്കിൽ, അങ്ങനെയാണെങ്കിൽ അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല.
മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല യുസല്ലി സുബ്ഹത ദുഹ ദുഹ നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ യുസല്ലി ഖത്ത് ഒരിക്കലും നിസ്കരിക്കുന്നത്, സുബ്ഹത ദുഹ ദുഹ നമസ്കാരം ഞാൻ കണ്ടിട്ടില്ല. ആയിഷമ്മ പറയാണ് വ ഇന്നി ല ഉസബ്ബിഹുഹ വ ഇന്നി തീർച്ചയായും ഞാൻ ല ഉസബ്ബിഹുഹ ഞാനത് നമസ്കരിക്കുന്നു വ ഇന്നി ല ഉസബ്ബിഹുഹ എന്നാ വ ഇന്നി ല ഉസല്ലിഹ ഞാനത് നമസ്കരിക്കുന്നു. ഇത് മുസ്ലിമിൻ്റെ റിവായത്താണ്. ഈ 3 റിപ്പോർട്ടാണ് അതിൽ പിന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത്. എന്താ ഈ 3 റിപ്പോർട്ടും അറിയിക്കണത്? എന്താ അതിൻ്റെ ഒരു അകത്ത് പറഞ്ഞാൽ ഈ 3 റിപ്പോർട്ടുകൾ അറിയിക്കണത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹ നമസ്കരിച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്. ചില റിപ്പോർട്ടുകളിലോ നമസ്കരിച്ചിട്ടില്ല എന്ന് പറയാണ്. ചില റിപ്പോർട്ടുകളിലോ യാത്രയിൽ നിന്ന് മടങ്ങിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ നിസ്കരിക്കാറില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ റിവായത്തുകൾ പിടിച്ച് ഒരു വിഭാഗം ആളുകൾ സലാത്തു ദുഹ ഇല്ല, അങ്ങനെ നിസ്കാരേ ഇല്ല എന്നുള്ള പക്ഷക്കാരാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ സലാത്തു ദുഹ ഉണ്ട്, അത് പ്രബലമായ സുന്നത്താണ് എന്ന പക്ഷക്കാരാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു സലാത്തു ദുഹ ഐച്ഛിക നിസ്കാരമാണ്, റാത്തിബത്തായ നിസ്കാരത്തെ പോലെ അത് നിത്യമാക്കാൻ പാടില്ല. റാത്തിബത്തായ നിസ്കാരത്തെ പോലെ അത് നിത്യമാക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ? ഇപ്പോൾ റാത്തിബത്തായ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഫർദ് നമസ്കാരത്തിന് മുമ്പും പിമ്പും നമ്മൾ തുടർച്ചയായിട്ട് നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്തുകൾ, അതുപോലെ നിത്യമാക്കാൻ പാടുള്ളതല്ല. ഇതെന്ത് ചെയ്യണം? പിന്നെ നിത്യമാക്കാത്ത രീതിയിൽ കൊണ്ട് നടക്കേണ്ട അനുഷ്ഠിക്കേണ്ട നിസ്കാരമാണ് എന്ന് ചിലർ പറഞ്ഞു. ഈ അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നും തന്നെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഈ 3 റിവായത്തുകളിൽ വന്ന വ്യത്യസ്ത ലഫ്ദുകളാണ്, പ്രയോഗങ്ങളാണ്. ചിലർ പറഞ്ഞു ആയിഷമ്മയിൽ നിന്ന് വന്ന സ്ഥിരീകരണമാണ് നിരാകരണത്തെക്കാൾ മുഖവിലക്കെടുക്കേണ്ടത്. സ്ഥിരീകരണം എന്താ? ദുഹ നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്ഥിരീകരണമാണ് മുഖവിലക്കെടുക്കേണ്ടത്, നിരാകരണമല്ല. അതുകൊണ്ട് തന്നെ നിസ്കരിച്ചു എന്നുള്ളതിനെ മുഖവിലക്കെടുത്തിട്ട് സുന്നത്ത് ദുഹ നിസ്കരിക്കൽ സുന്നത്താണ് എന്ന അഭിപ്രായക്കാരൻ. ചിലർ പറഞ്ഞു ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹിൻ്റെ വിയോഗശേഷം കൂടുതൽ ജീവിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് ചില സന്ദർഭങ്ങളിൽ മറവിയേറ്റിട്ടുണ്ട്. അപ്പോൾ ഓർത്ത സമയത്ത് അവർ നിസ്കരിച്ചത് പറഞ്ഞു, മറവിയേറ്റ സമയത്ത് നിസ്കാരത്തെ അവർ നിരാകരിക്കുകയാണ് ചെയ്തത്. ആയിഷ റളിയല്ലാഹു തആലയുടെ വാർദ്ധക്യത്തിൽ അവർക്ക് മറവിയേൽക്കുകയും അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം ചില സന്ദർഭങ്ങളിൽ അവർ ഓർത്തപ്പോൾ അവരത് പറഞ്ഞു, ചില സമയത്ത് അത് അവർ മറന്ന സന്ദർഭത്തിൽ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഇതാണ് ചില മുഹദ്ദിസീങ്ങൾ ഈ ഹദീസുകളെ ജമ്മ ചെയ്തുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഉണർത്തിയിട്ടുള്ളത്. ദുഹ നമസ്കാരം സുന്നത്താണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമല്ല. കാരണം എന്തുകൊണ്ട്? ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നും ദുഹ നമസ്കാരത്തിൻ്റെ ഹദീസ് വന്നിട്ടുണ്ട്, ആയിഷ അല്ലാത്തവരിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ദുഹ നമസ്കാരത്തിൻ്റെ ഹദീസ് വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അതേപോലെ അബൂ ഹുറൈറയിൽ നിന്ന് ഹദീസുണ്ട്, അനസിൽ നിന്ന് ഹദീസുണ്ട്, അബൂദർദായിൽ നിന്ന് ഹദീസുണ്ട്, പലരിൽ നിന്നുണ്ട്. അതേപോലെ തന്നെ സഅദ് ബിൻ അബി വഖാസ് ഇവരിൽ നിന്നൊക്കെ ഹദീസ് ദുഹ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താണ്? ദുഹ നമസ്കാരം ഐച്ഛികമായ സുന്നത്തായ നമസ്കാരമാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് വന്ന ഈ റിവായത്തുകൾ എങ്ങനെ ജമ്മ ചെയ്യും? അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് സംഭവിച്ച മറവിയാണ്. അതുകൊണ്ട് ഓർമ്മയിൽ തെളിഞ്ഞപ്പോൾ അവർ സ്ഥിരീകരിച്ചു, ഓർമ്മയിൽ മറഞ്ഞ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ നമസ്കാരത്തിൽ അതിനെക്കുറിച്ച് നിരാകരണം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അതാണ് ആ വിഷയത്തിൽ പറഞ്ഞത്. ചിലർ പറഞ്ഞത് ഇവിടെ ആയിഷ ഈ രണ്ടാമത്തെ ഹദീസ് നോക്കി നിങ്ങൾ, അന്നഹാസു ഇലത്ത് ഹൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹ നിസ്കരിക്കാറുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പം കാലത്തില്ല, അവർ പറഞ്ഞു ഇല്ല അൻ യജീഅ മിൻ മഗീബിഹി യാത്രയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നാലല്ലാതെ. അപ്പം നിസ്കരിക്കാറുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതൊന്ന്. പിന്നെ ഇവിടെ കണ്ട ഈ മൂന്നാമത്തെ റിപ്പോർട്ടിൽ വ ഇന്നി ല ഉസബ്ബിഹുഹ ഞാനത് നിസ്കരിക്കാറുണ്ട് എന്നാണ്. ആയിഷമ്മ എങ്ങനെയാണ് നിസ്കരിക്കണത്? റസൂലുള്ളാഹി നിസ്കരിക്കാത്ത നിസ്കാരം. പിന്നെ ഇവിടുന്ന് ഇത് ആയിഷമ്മ നിസ്കരിക്കാൻ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? നിസ്കരിക്കുന്നത് അല്ലേ? അപ്പോൾ
പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹ നമസ്കരിക്കുന്നത് ഞാൻ തീർത്തും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് നിസ്കരിക്കാറുണ്ട് എന്ന് അവർ പറയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുഹ നമസ്കരിച്ചിരുന്നത് മിക്ക ഹാലിലും പള്ളിയിലാണ്. റസൂലുള്ള യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പള്ളിയിലാണ് വെച്ചാണ് നിസ്കാരം തുടങ്ങുക, നിസ്കരിക്കുക. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. വീട്ടിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. മാറായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സുബ്ഹത ദുഹ ഖത്ത് പറഞ്ഞാൽ അതെവിടെയാണ്? വീട്ടിലാണ്. വീട്ടിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. ഞാനത് വീട്ടിൽ നിസ്കരിക്കാറുണ്ട്. കാരണം എന്താ ഇവിടെ പറഞ്ഞില്ല ഇല്ല യജി മിൻ മഗീബിഹി, റസൂലുള്ള യാത്രയിൽ നിന്ന് വന്നാലല്ലാതെ, യാത്രയിൽ നിന്ന് റസൂലുള്ള മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ചിട്ടാണ് നിസ്കരിച്ചിട്ടാണ് റസൂൽ അവിടേക്ക് പോവുക, വീട്ടിലേക്ക് പോവുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. യാത്രയിൽ നിന്ന് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്, വീട്ടിലേക്ക് വരാറുള്ളത്. കാരണം വീടും പള്ളിയെടുത്താണ്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിക്കും, എന്നിട്ട് പള്ളിയിൽ വെച്ച് നിസ്കരിക്കും, എന്നിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കും. അതെന്തുകൊണ്ട്? അതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ചില ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ യാത്ര കഴിഞ്ഞിട്ട് അലത്തൂൽ വീട്ടിലേക്ക് വിവരം കൊടുക്കാതെ കയറി ചെല്ലരുത്. നമ്മൾ വീട്ടിലേക്ക് ഒരു യാത്ര കഴിഞ്ഞിട്ട് വീട്ടുകാരോട് വിവരം പറയാതെ എന്ത് ചെയ്യരുത്, കയറി ചെല്ലരുത് എന്ന് പറഞ്ഞിട്ട് അത് വിരോധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടുകാർ താൻ എത്തിയത് അറിയാൻ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പള്ളിയിൽ കയറിയിട്ട് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോണത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലെത്തി, യാത്ര കഴിഞ്ഞ് മടങ്ങി പള്ളിയിലെത്തി നിസ്കരിക്കുമ്പോഴത്തേക്ക് അത് വാർത്തയാവും, എല്ലാവരും അറിയും, ആളുകൾ കൂടും, അപ്പോൾ വീട്ടുകാരും അറിയും. മനസ്സിലായില്ലേ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യാത്ര കഴിഞ്ഞ് മടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം, വിവരം കൊടുക്കണം. വിവരം കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വീട്ടിലേക്ക് ചെല്ലാവൂ. എന്താ അതിൻ്റെ ഹിക്മത്ത് പറഞ്ഞത്? അതിൻ്റെ ഹിക്മത്ത് പറഞ്ഞത് സ്ത്രീകൾ മുടി കോതി കെട്ടട്ടെ, അതേപോലെ തന്നെ അവരുടെ ശരീരാവയവങ്ങൾ അവർ വൃത്തിയാക്കിയിട്ട് അവർ ഭർത്താവിനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കട്ടെ. അതിനാണ് വിവരം കൊടുക്കാൻ പറഞ്ഞത്. അതിനാണ് വിവരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ വിവരം കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, റസൂലുള്ള പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കും. അപ്പോൾ ആ നിസ്കരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യാം, വീട്ടുകാരെ അറിയും, അവർക്ക് റെഡിയാക്കാൻ പറ്റും റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ആ രീതിയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഷെയ്ഖ് അത്തിയ മുഹമ്മദ് സാലിം. ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അതായത് ഒരാൾ യാത്ര പോയി അപ്പോൾ യാത്ര പോയിട്ട് വീട്ടിൽ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. അയാളെ വാപ്പി ഉമ്മയുണ്ട് വീട്ടിൽ, അയാളുടെ ഭാര്യയുണ്ട് വീട്ടിൽ. അയാൾ യാത്ര പോയിട്ട് എന്ത് ചെയ്ത് രാത്രിയാണ് തിരിച്ചു വരുന്നത്. രാത്രി തിരിച്ചു വരികയാണ്. അപ്പോൾ അയാൾ വിവരം കൊടുത്തിട്ടില്ല, വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വിവരം കൊടുത്തിട്ടില്ല. അപ്പോൾ രാത്രി തിരിച്ചു വരുമ്പോൾ ബാപ്പിമ്മയൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഭാര്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്ന് ഉറങ്ങിക്കൊള്ളുന്നില്ല. ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടെന്ന് വരും. ഏതായാലും ഇയാൾ പാതിരാത്രി വന്നിട്ട് വാതിൽ മുട്ടിയപ്പോൾ ഉടനെ ഭാര്യ എണീറ്റ്, ഭർത്താവാണ്, കഥയൊക്കെ തുറന്നു കൊടുത്ത്. ബാപ്പിമ്മ അറിഞ്ഞിട്ടില്ല. ഇയാളെന്ത് ചെയ്ത് വന്ന് അവളോടൊത്ത് കിടപ്പറ പങ്കിട്ട് കിടന്ന്. ഇവൻ്റെ ഉമ്മ വാപ്പിയുണ്ടല്ലോ അവിടെ, ഫജ്ർ നിസ്കാരത്തിന് അവരെന്ത് ചെയ്യും, ഫജ്ർ നിസ്കാരത്തിന് അവർ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിനെ പോയിട്ട് വിളിക്കും. അങ്ങനെ ഇവർ ഇവൻ്റെ ഉമ്മ പതിവ് പോലെ ഫജ്ർ നിസ്കാരത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ബെഡിലൊരാണുണ്ട്. ഇന്നത്തെ മാതിരി ആകെ വെളിച്ചമൊന്നുള്ള കാലഘട്ടമല്ലല്ലോ. ഒരാണ് കിടക്കുന്നുണ്ട്, ഇവളും കിടക്കുന്നുണ്ട്. അതിലുടനെ ഈ സ്ത്രീ എന്ത് ചെയ്ത് തൻ്റെ ഇവൻ്റെ വാപ്പാൻ്റെ അടുത്ത് കോടി വന്നിട്ട് പറഞ്ഞ് മരുമകളടുത്ത് ഒരാണ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അതിൽ ഇയാൾക്ക് ആകെ അഭിമാന രോഷം ഇളകി. അയാൾ എന്ത് ചെയ്തു, വാള് ഊരിയെടുത്ത് ചെന്നിട്ട് അവൻ്റെ കഴുത്ത് വെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇരുട്ടിലാണ്, ദേഷ്യത്തിൽ. അപ്പോൾ ഈ പെണ്ണ് ഒച്ചയും വിളിയിലും പെണ്ണ് എഴുന്നേറ്റ് അവൾ വന്നിട്ട് എന്ത് ചെയ്തു, ഇയാൾക്ക് ഈ തന്തക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല കൊന്നത് വെട്ടിയത് വാപ്പാനെയാണെന്ന്, മകനെയാണെന്നുള്ള അസ്തഗ്ഫിറുല്ലാ, മകനെയാണെന്ന്. അപ്പോൾ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഇനി വേഗം പോയിട്ട് മകനെ ഇനി മറമാടിക്കളെന്ന് പറഞ്ഞു പെണ്ണ്. വാരി ഇബ്നക് എന്ന് മരുമകൾ വന്നിട്ട് അമ്മോശനോട് പറഞ്ഞു. അപ്പോഴാണ് അയാൾ എന്ത് ചെയ്യണത്, അയാൾ അന്തം ഞാൻ കൊന്നത് മകനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അത്തിയ മുഹമ്മദ് സാലിം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത്,
അത് പ്രയോഗവൽക്കരിക്കുന്നതിലുള്ള വീഴ്ചയാണ് എന്ത് ചെയ്തത് ഈ ഒരു അപകടത്തിലേക്ക് എത്തിച്ചത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ തോന്നിയ സമയം വീട്ടിലേക്ക് യാത്ര കഴിഞ്ഞിട്ട് കയറി വരരുത്. പിന്നെ എന്ത് ചെയ്യണം? വരുന്നതിന് മുമ്പ് വിവരം കൊടുക്കണം. വരുന്നതിന് മുമ്പ് വീട്ടിൽ വിവരം കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ആ ചര്യയിൽ വരുത്തിയ വീഴ്ച കാരണത്താലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് പറയാം. ഏതായാലും ഇവിടെ നമ്മളുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പിന്നെ മടങ്ങിയെത്തിയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാറുണ്ട്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ദുഹ നമസ്കാരമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഉണർത്തുന്നത്. മനസ്സിലായോ? ദുഹാൻ്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര മടക്കം അത് രാത്രി വന്നിട്ട് ആ പുലർച്ചയുടെ സമയത്താണ് മിക്കവാറും. അതുകൊണ്ട് ഇവിടെ പറയണത്, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. മനസ്സിലായി? ദുഹാനെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. ഏതായാലും ഇവിടെ ഈ ചില ഹദീസുകളിൽ ദുഹ നിസ്കരിച്ചതിൻ്റെ സ്ഥിരീകരണമാണ്. അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷയിൽ നിന്നുള്ള ഹദീസാണ്. ചിലതിൽ നിരാകരണമാണ്. എന്താണ് അതിനുള്ള മറുപടി? എല്ലാ ഹദീസും വലിച്ചെറിയുക ഇന്നത്തെ ചില ആളുകളുടെ മാതിരി അല്ല. പിന്നെയോ അതിന് പണ്ഡിതന്മാർക്ക് അതിൻ്റേതായ രീതികളുണ്ട്. ഈ ഹദീസുകളെല്ലാം ജമ്മ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ എന്ത് ചെയ്യും? അതിനെ ജമ്മ ചെയ്യും. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു തആല പിൽക്കാലത്താണ് ഈ ഹദീസുകൾ പറയുന്നത്. അവരുടെ വാർദ്ധക്യത്തിൽ അന്ന് മറവി സംഭവിച്ചപ്പോൾ ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികൾ അവർ ഓർത്തിട്ടുണ്ട്. ഓർത്ത സമയത്ത് ദുഹാ നമസ്കാരം ഓർത്തിട്ട് അവരത് പറഞ്ഞ് ചില സമയങ്ങളിൽ അവർക്ക് മറവി സംഭവിച്ചപ്പോൾ ദുഹ നമസ്കരിച്ചില്ല എന്നവർ പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞ അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിരുന്നത് പള്ളിയിലായിരുന്നു ദുഹ നമസ്കരിച്ചിരുന്നത്. അവർ നിരാകരിച്ചത് വീട്ടിലുള്ള നിസ്കാരമാണ് അവർ നിരാകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സുബ്ഹത ദുഹ ഖത്ത്. പക്ഷേ വഇന്നി ലഉസബ്ബിഹു, ഞാൻ എന്ത് ചെയ്യാറുണ്ട്? നിസ്കരിക്കാറുണ്ട്. അത് എവിടെയാണ്? വീട്ടിലാണ്. ഈ രീതിയിലാണ് അതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തില്ല? ഒരു വൈരുദ്ധ്യമല്ല, ഒരു ഹദീസും ഒഴിവാക്കേണ്ട ഒരവസ്ഥയില്ല. മനസ്സിലായോ? പിന്നെ ദുഹ നമസ്കാരം അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി ഒരിക്കലും ദുഹ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ ദുഹ നമസ്കാരം ശറഅല്ല, ദീനല്ല എന്ന് പറയുന്നുണ്ട്, ഇസ്ലാമിലില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല. എന്തുകൊണ്ട്? ആയിഷ റളിയല്ലാഹു തആല സ്ഥിരീകരിച്ച റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആയിഷ റളിയല്ലാഹുവിനെ അല്ലാത്ത സഹാബികൾ, അബൂദർദാനെ പോലുള്ള, അബൂ ഹുറൈറയെ പോലുള്ളതായ സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദുആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഖലാസ്. ഇനി അടുത്ത ഹദീസ്. ഇതിൻ്റെ എണ്ണം നമുക്ക് ഇവിടെ വെച്ചിട്ട് പറയാം കേട്ടോ, എത്ര എണ്ണം എന്നുള്ളത്. ഇത് സെയ്ദ് ബിൻ അർഖമിൽ നിന്നുള്ള ഹദീസ് അല്ലേ? عن زيد بن أرقم رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم صلاة الأوابين حين ترمض الفصال. صلاة الأوابين حين ترمض الفصال. رواه الترمذي. അല്ലേ? رواه الترمذي. അത്രയല്ലേ ഉള്ളൂ? റവാഹു തുർമുദി എന്ന് മാത്രമേ ഉള്ളൂ. സെയ്ദ് ബിൻ അർഖമിൽ നിന്നാണ് ഹദീസ്. സെയ്ദ് ബിൻ അർഖം, സെയ്ദ് ഇബ്നു അൽ അർഖം ഇബ്നു സെയ്ദ് ബിൻ ഉൽ ഖൈസ്. അദ്ദേഹം അൻസാരിയാണ്, ഖസ്റജിയാണ്. സെയ്ദ് ബിൻ ഉൽ അർഖം ഇബ്നു ഖൈസ്, ഇബ്നു സെയ്ദ് ബിൻ ഉൽ ഖൈസ്. സെയ്ദ് ബിൻ ഉൽ അർഖം ഇബ്നു സെയ്ദ് ഇബ്നു ഉൽ ഖൈസ് അൽ ഖസ്റജി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. ആ സെയ്ദിൻ കുറേ പ്രത്യേകതകളുള്ള സഹാബിയാണ് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. ഉഹദ് യുദ്ധത്തിലൊക്കെ പ്രായം കുറവ് കാരണത്താൽ പിന്നെ മാറ്റി നിർത്തിയ സഹാബികൾപ്പെട്ട ആളാണ് സെയ്ദ്. പിന്നെ ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ കപടവിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ? പിന്നെ എന്താണ് അവർ പറഞ്ഞല്ലോ, ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാ എന്നൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ അടുത്തുള്ളവർക്ക് ചിലവിന് കൊടുക്കരുത് എന്നൊക്കെ കപടവിശ്വാസികൾ പറഞ്ഞല്ലോ. അതേപോലെ ലാ യുഖ്രിജന്നൽ അഅസ് മിൻഹൽ അദൽ, പ്രതാപവാനായ ഞാൻ നിന്യനായവനെ മദീനയിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ കപടവിശ്വാസികൾ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലും കൂട്ടരും പറഞ്ഞപ്പോൾ അത് സെയ്ദാണ് കേട്ടത്, ഈ സെയ്ദ് ബിൻ അർഖം. അപ്പോൾ അദ്ദേഹം അത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനോട് പറഞ്ഞ്, അങ്ങനെ ആ ബന്ധു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടപ്പോൾ കപടവിശ്വാസികളെ ചോദ്യം ചെയ്ത്. അപ്പോൾ കപടവിശ്വാസികൾ പറഞ്ഞ്, വല്ലാഹി ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, സെയ്ദ് കളവ് പറയണമെന്നാണ്. അങ്ങനെ കപടവിശ്വാസികളെ റസൂലുള്ളാഹി എന്ത് ചെയ്ത് വിശ്വസിച്ച് അവർ സത്യം ചെയ്ത് പറയുന്ന കേട്ടപ്പോൾ സെയ്ദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പോൾ സത്യപ്പെടുത്തിയില്ല. പക്ഷേ എന്ത് ചെയ്ത്, ഇദാ ജാഅക്കൽ മുനാഫിഖൂൻ ഖാലു ഇന്ന നഷദു ഇന്നക റസൂലുള്ളാഹി എന്നുള്ള സൂറത്ത് ഇറങ്ങി ആ വിഷയത്തിൽ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് സെയ്ദ് ബിൻ അർഖമിനെ സത്യപ്പെടുത്തി, കപടവിശ്വാസികളെ കളവാക്കി. ആ സെയ്ദ് ബിൻ അർഖമാണ് ഈ റാവി. ഹിജ്റയുടെ 66 അദ്ദേഹം മരണപ്പെടുന്നത് കൂഫയിൽ.
അൻ സെയ്ദ് ബിനുൽ അർഖം, അൻ സെയ്ദ് ബിനുൽ അർഖം. അത് ഇതറേ ഇത് സെയ്ദ് ബിനുൽ അർഖം ഇബ്നു സെയ്ദ് ബിനുൽ ഖൈസ് അൽ അൻസാരിയാണ്. ഇദ്ദേഹം മദീനക്കാരനാണ്. ദാറുൽ അർഖമും പിന്നെ ഒക്കെ അത് മദീനയിലാണ്. അൽ അർഖം ഇബ്നുൽ അർഖം അത് മക്കത്താണ്. അൽ അർഖം ഇബ്നുൽ അർഖം മദീനത്താണ്. ദാറുൽ അർഖം ഒക്കെ മക്കത്താണ്. അത് സെയ്ദ് ബിൻ അർഖമിലേക്കല്ലേ, പിന്നെയോ അത് അൽ അർഖം ഇബ്നുൽ അർഖമിലേക്കാണ് അത് ചേർക്കപ്പെടുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സലാത്തുൽ അവ്വാബീൻ, സലാത്തുൽ അവ്വാബീൻ, അവ്വാബീങ്ങളുടെ നമസ്കാരം. ഹീന തർമദുൽ ഫിസാൽ, ഫിസാൽ എന്ന് പറഞ്ഞാൽ ഫസീലിൻ്റെ ജമ്മാണ്. ഫസീൽ എന്ന് പറഞ്ഞാൽ ഒട്ടകക്കുട്ടി, ഒട്ടകത്തിൻ്റെ കുട്ടി. ഫിസാൽ എന്ന് പറഞ്ഞാൽ ഒട്ടകക്കുട്ടികൾ. ഒട്ടകക്കുട്ടികൾ ചൂടേൽക്കുന്ന അവസരത്തിലാണ് സലാത്തുൽ അവ്വാബീൻ. സലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ സലാത്തുൽ ദുഹ, അതാണ്. ദുഹ നമസ്കാരത്തിന് മറ്റൊരു പേരാണ് സലാത്തുൽ അവ്വാബീൻ. ദുഹ നമസ്കാരത്തിന് പല പേരുകളുണ്ട്. സലാത്തുൽ ഇഷ്റാഖ്, സലാത്തുൽ ദുഹ, സലാത്തുൽ അവ്വാബീൻ. ഈ 3 പേരുകൾ സലാത്തുൽ ദുഹക്കുണ്ട്. സലാത്തുൽ ഇഷ്റാഖ്, സലാത്തുൽ അവ്വാബീൻ, സലാത്തു അദ്ദുഹ. സലാത്തുൽ അവ്വാബീൻ, അവ്വാബീങ്ങളുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തിനാ അങ്ങനെ പേരിട്ടത്? അവ്വാബ് എന്ന് പറഞ്ഞാൽ തവ്വാബ് എന്നർത്ഥം. അവ്വാബീൻ എന്ന് പറഞ്ഞാൽ തവ്വാബീൻ. യഷ്മാനാത്തു അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീൻ എന്ന് പറഞ്ഞില്ലേ? തൗബ ചെയ്യുന്നവർ. അതാണ് അവ്വാബീൻ എന്ന് പറഞ്ഞാൽ, തൗബ ചെയ്യുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. സലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ സലാത്തു തവ്വാബീൻ, തൗബ ചെയ്യുന്നവരുടെ നമസ്കാരം. അതെ, അതിൻ്റെ സമയമാണ് പറയുന്നത്. ഹീന തർമദുൽ ഫിസാൽ, ഒട്ടക കുട്ടികൾക്ക് ചൂടേൽക്കുന്ന സന്ദർഭത്തിലാണ്. ഈ ഫിസാൽ എന്ന് പറയുന്ന ഒട്ടക കുട്ടികളുണ്ടല്ലോ, അതിന് പ്രത്യേക പ്രായമുണ്ട്. അതായത് ഉമ്മയുടെ പാല് കുടിച്ച് വളരുന്ന ഒട്ടക കുട്ടികൾ ഉമ്മയോട് വേർപിരിയുന്ന കാലഘട്ടം ഉണ്ടല്ലോ. ഉമ്മ പിന്നെ പാല് കൊടുക്കാൻ സമ്മതിക്കാതെ തട്ടിമാറ്റുന്ന സമയം കുട്ടികളെ, ആ പ്രായത്തിലുള്ള ഒട്ടക കുട്ടികൾക്കാണ് പറയാം. അവർക്ക് ചൂടേൽക്കുമ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ അതിൻ്റെ തൂവൽ അത്ര തന്നെ കട്ടി ഉണ്ടാവില്ല, കുളമ്പൊന്നും അത്ര കട്ടി ഉണ്ടാവില്ല. അപ്പം അത് തള്ളന്മാരോടൊപ്പം കിടക്കും നിലത്ത്. പക്ഷെ പിന്നെ സൂര്യൻ ഉദിച്ച് ചൂടേറ്റ് മണൽ ചൂടായിട്ടുണ്ടെങ്കിൽ വലിയ ഒട്ടകങ്ങൾക്ക് അത് താങ്ങാൻ കഴിയും, പക്ഷെ ചെറിയ ഒട്ടകങ്ങൾക്ക് അത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ സൂര്യൻ ഉദിച്ച് ചൂടേറ്റ് മണൽ ചൂട് പിടിച്ച് ഒട്ടകക്കുട്ടികൾ എന്ത് ചെയ്യുക, ചൂടേറ്റിട്ട് നീക്കണ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ എന്നുള്ള ഉദ്ദേശമാണ്. അതാണ് സലാത്തുൽ അവ്വാബീൻ്റെ ടൈം. സലാത്തുൽ അവ്വാബീൻ ഹീന തർമദുൽ ഫിസാൽ. അതങ്ങനെ പറയാൻ കാരണം എന്താ? എന്തിനാണ് ഈ ദുഹ നമസ്കാരത്തെ അവ്വാബീങ്ങളിലേക്ക് ചേർത്തത്? അവ്വാബീങ്ങളിലേക്ക് ചേർക്കാൻ കാരണം, നേരം വെളുത്ത് ഫജ്ർ നിസ്കരിച്ചാൽ ആളുകളൊക്കെ എന്ത് ചെയ്യും? ആളുകളൊക്കെ പോലെ ബിസിനസ്സുകാർ ബിസിനസ്സിന് പോകും, കർഷകർ കൃഷിപ്പണിക്ക് പോകും, ഓരോരുത്തർ അവരുടെ ശഹലാത്തുകൾക്ക് പോകും. ആ സമയം ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യാണ്? ഈ നിസ്കാരത്തിന് സമയം കാണാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പുകഴ്ത്തിയിട്ടാണ് പറയുന്നത് സലാത്തുൽ അവ്വാബീൻ എന്ന്. ആളുകൾക്കുള്ള ഒരു പ്രശംസയും പുകഴ്ത്തലും ആയിക്കൊണ്ടാണ് പറയുന്നത് സലാത്തുൽ അവ്വാബീൻ. അത് ഹീന തർമദുൽ ഫിസാൽ എന്ന് പറഞ്ഞാൽ ആ പൂർവാഹന വേള ഉണ്ടല്ലോ, ആ പൂർവാഹന വേളയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് അപ്പോൾ സലാത്തു ദുഹൻ്റെ സമയമാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അത് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് സഹിയാണ്. ശരിക്കും ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെയ്ദ് ബിനുൽ അർഖമിൽ നിന്നുള്ള ഈ ഹദീസ് ഉണ്ടല്ലോ, സലാത്തുൽ അവ്വാബീൻ ഹൈന തർമദുൽ ഫിസാൽ എന്ന് പറയുന്ന ഹദീസ്, അത് ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയാണ് കൊടുക്കേണ്ടത്? തുർമുദിനെ കൊടുക്കേണ്ടത്? മുസ്ലിമിനെ കൊടുക്കേണ്ടത്? മുസ്ലിമിനെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ നിസ്ബകളുണ്ടല്ലോ, തുർമുദിയിലേക്ക് ചേർത്തു മുസ്ലിമിലേക്ക് ചേർത്തില്ല, അതെന്ത് ചെയ്യും? അതിൻ്റെ പേരിൽ പിന്നെ ഗ്രന്ഥകാരന്മാർ നിരൂപിക്കപ്പെടും. അല്ല കുല്ലിൻ അത് മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഹദീസ് എന്താ? ആനസ് റളിയല്ലാഹു അൻഹുവിനുള്ള ഹദീസ്, ഇബ്നു ഹിബ്ബാൻ്റെ ഹദീസാ അല്ലേ? عن أنس رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم من صلى 12 ركعة من صلى الضحى 12 ركعة بنى الله له قصرا في الجنة. من صلى الضحى വല്ലവനും ദുഹ നമസ്കരിച്ചാൽ 12 റക്അ 12 റക്അത്ത്,
അപ്പോൾ 12 റക്അത്ത് വല്ലവരും ദുഹ നമസ്കരിച്ചാൽ ബന അല്ലാഹു ലഹു, അള്ളാഹു അവന് നിർമ്മിക്കും ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു കൊട്ടാരം. ഖസ്ർ എന്ന് പറഞ്ഞാൽ കൊട്ടാരം. ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു കൊട്ടാരം. ഈ ഹദീസ് റവാഹു അത്തുർമുദി വസ്തഗ്റബഹു അല്ലേ, വസ്തഗ്റബഹു ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്തഗ്റബ എന്ന് പറഞ്ഞാൽ അതിനെ ഗരീബായിട്ട് എണ്ണിയിട്ടുണ്ട്. ഗരീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സഹീഹല്ല എന്നുള്ള ഉദ്ദേശമാണ് അതിൻ്റെ. ഹദീസ് സഹീഹല്ല അത്. അതിൻ്റെ പിന്നെ സനദിൻ്റെ കണ്ണികളിൽ ചില റാവിമാർ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇസ്തഗ്റബഹു എന്ന് പറഞ്ഞത്. ഹദീസ് ദഈഫാണ്. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഹദീസ് അറിയിക്കുന്നത് ദുഹ 12 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു സ്വർഗത്തിലൊരു കൊട്ടാരം പണിയും എന്നുള്ളതാണ്. പക്ഷേ ഈ ഹദീസ് ദുർബലാണ്. ദുഹ നമസ്കാരത്തിൻ്റെ എണ്ണം എത്ര എന്നതിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. മാലിക്കി മദ്ഹബിലെ ഫുഖഹാക്കളും ഹംബലി മദ്ഹബും ദുഹ നമസ്കാരം കൂടിയാൽ 8, കുറഞ്ഞാൽ 2, കൂടിയാൽ 8. മാലിക്കി മദ്ഹബിലെ ഫുഖഹാക്കൾ ശക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ കൂടാൻ പാടില്ല എന്ന രീതിയിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദുഹ നമസ്കാരം കൂടിയാൽ 8 റക്അത്താണ്, കുറഞ്ഞാൽ 2. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 നമസ്കരിച്ചതുണ്ടോ? ഇവിടെ ആയിഷയിൽ നിന്നുള്ള ഹദീസ് ഫസല്ല ദുഹ 8 റക്അത്ത്. ഉമ്മു ഹാനീൻ്റെ ഹദീസ് ഉണ്ട്. ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹായപ്പോൾ കഅബയിൽ കയറിയിട്ട് 8 റക്അത്ത് ദുഹ നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ്. അപ്പോൾ പിന്നെ ആയിഷയിൽ നിന്നുള്ള ഇനി നമ്മൾ പറയാൻ പോണ ഹദീസ് 8 റക്അത്ത് നിസ്കരിച്ചു. ഉമ്മു ഹാനീൻ്റെ ഹദീസ് 8 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? തഹദീദ് ചെയ്യുന്നുണ്ട് ഈ ഹദീസിനെ. കണ്ടാ, റസൂലുള്ളാഹി യുസല്ലി ദുഹ 4 റക്അത്ത് നിസ്കരിച്ചു. വയസീദു മാഷാ അള്ളാഹു ഉദ്ദേശിച്ച് എത്ര വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന എത്രയാണ്? അത് 8ആണ്. പിന്നെ 4 കൂടി നിസ്കരിച്ചു 8 റക്അത്ത് എന്ന്. അതുകൊണ്ട് തന്നെ ഹംബലി മദ്ഹബും അതേപോലെ മാലിക്കി ഫുഖഹാക്കളും പറഞ്ഞത് 8 റക്അത്താണ് ദുഹ നമസ്കാരം. ഹനഫികളും ഷാഫി മദ്ഹബിലെ ചില ഫുഖഹാക്കളും ദുഹ നമസ്കാരം അതിൻ്റെ റക്അത്ത് 12 റക്അത്താണെന്ന് പറഞ്ഞു. അവർ മുഖവിലക്കെടുത്ത ഈ ഹദീസാണ്, അനസിൽ നിന്നുള്ള ഈ ഹദീസ്. മൻ സല്ല 12 റക്അ ബന അല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന എന്നുള്ള ഹദീസാണ്. ഷാഫി മദ്ഹബിൽ പിന്നെ ഇമാം റുവയാനി, അതേപോലെ തന്നെ ഇമാം റാഫിഈ, അബ്ദുൽ കരീം അൽ ഖസ്വീനി റാഫിഈ, ഇമാം നവവിയെ പോലെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം റാഫിഈ. അദ്ദേഹത്തിൻ്റെ ഒക്കെ അഭിപ്രായം ഇതാണ്, 12 റക്അത്താണ് കൂടിയാൽ. ഇമാം നവവിയും എനിക്കൊണ്ട് മിൻഹാജിൽ അല്ലെങ്കിൽ റൗദത്തുൽ താലിബീനിലൊക്കെ 12 റക്അത്ത് കൂടിയാൽ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില ഷാഫി ഫുഖഹാക്കളെ ചേർത്തിട്ട് മജ്മൂ ശറഹ് മുഹദ്ദബിൽ പറഞ്ഞത് കൂടിയാൽ 8 റക്അത്ത് എന്നുള്ളതാണ്. 8 റക്അത്ത്. ഇമാം നവവി 2 അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. 8 എന്നുള്ള അഭിപ്രായം കൊടുത്തിട്ടുണ്ട്, 12 എന്നുള്ള അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 8 എന്നുള്ളതാണ് തെളിവിൻ്റെ ബലമുള്ളത്. ഈ ഹദീസ് ദുർബലാണ്. മൻ സല്ല 12 റക്അ ബന അല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന എന്നുള്ള ഹദീസ് ദുർബലാണ്. ദുഹ നമസ്കാരത്തിൻ്റെ കൂടിയാലുള്ള എണ്ണം അത് പിന്നെ ഹദീസുകൾ അറിയിക്കുന്നത് 8 റക്അത്ത് എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ഇനി അടുത്ത ഈ ഹദീസ്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈതി ഫസല്ല ദുഹ 8 റക്അത്ത്. റവാഹു ഇബ്നു ഹിബ്ബാൻ ഫീ സഹീഹിഹി അല്ലേ. തയ്യിബ്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം, അവർ പറയാണ് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചു, ബൈതി എൻ്റെ വീട്ടിൽ, ഫസല്ല ദുഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹ നമസ്കരിച്ചു, 8 റക്അത്ത് 8 റക്അത്തുകൾ. ഇത് റവാഹു ഇബ്നു ഹിബ്ബാനാണ് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ. ഈ ഹദീസിനെ നിരൂപണം നടത്തിയിട്ടുണ്ട് മുഹദ്ദിസീങ്ങൾ. കാരണം ഈ ഹദീസിൻ്റെ സനദിൽ കണ്ണി മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് ദുർബലം എന്ന് പറഞ്ഞ പിന്നെ മുഹദ്ദിസീങ്ങളുണ്ട്. ഏതായാലും റസൂലുള്ളാഹി 8 റക്അത്ത് ദുഹ നമസ്കരിച്ചു എന്നുള്ളത് ഉമ്മു ഹാനിയിൽ നിന്ന് സഹിയായ ഹദീസിലുണ്ട്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയിൽ നിന്ന് സഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഖലാസ്
അപ്പോൾ ഇതാണ് ദുഹ നമസ്കാരം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ഹദീസുകൾ ഇബ്നു ഹജർ പിന്നെ ബുലൂഗുൽ മറാമിൽ നൽകിയത്. ഖലാസ് ഫിഷ്കാൽ. പിന്നെ ദുഹ നമസ്കാരത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞു. ദുഹ നമസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയുള്ള ടൈമാണ്. അതിന് മുമ്പായിട്ട്, കാരണം മധ്യത്തിലായിരിക്കുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ദുഹ നമസ്കാരത്തിൻ്റെ സമയം. ആ ദുഹ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുമ്പോൾ, അതായത് ഫജ്ർ നിസ്കരിച്ച് ഒരാൾ തന്നെ മുസല്ലയിൽ ഇരിക്കുകയും അങ്ങനെ അള്ളാഹുവിന് ദിക്റെടുത്ത് സൂര്യനെ ഉദിച്ചുയർന്നാൽ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? പിന്നെ ഹജ്ജത്തുൻ താമ അല്ലെങ്കിൽ ഉംറത്തുൻ താമ, സമ്പൂർണ്ണമായൊരു ഉംറയുടെ പ്രതിഫലം അല്ലെങ്കിൽ ഹജ്ജിൻ്റെ പ്രതിഫലം ഉള്ളതാണ് എന്ന് പറഞ്ഞില്ലേ. അതാണ് സലാത്തുൽ ഇഷ്റാഖ്. അപ്പോൾ ആദ്യ സമയത്ത് അവിധം നിസ്കരിക്കുന്നതിന് അതിൻ്റേതായ പ്രത്യേകത ഉണ്ട്. സമയം പിന്നെ അത് തുടക്കത്തിൽ നിസ്കരിക്കുമ്പോൾ സലാത്തുൽ ഇഷ്റാഖ് എന്നതിന് പറയും. ഹദീസ് സഹിയാണ്. ഇമാം തുർമുദിൻ്റെ ഹദീസിൽ സഹിയായി വന്ന ഹദീസാണ്. എന്തേ ഇഷ്റാഖ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്റാഖ് എന്ന ദുഹയാണ്. അതെന്ത് ചെയ്യാം? ഇപ്പോൾ 8 റക്അത്ത് വരെ നിസ്കരിക്കാം. പിന്നെ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 100 അല 100 മുഷ്കിൽ. പതിവാക്കാൻ പാടില്ല മൊത്തത്തിൽ നാഫിലത്തുകൾ വിത്രൊഴിച്ചിട്ടാണ്. അതിന് പറയാൻ കാരണം എന്താ? റാത്തിബത്തായിട്ടുള്ള നിസ്കാരങ്ങളും നാഫിലത്തായിട്ടുള്ള നിസ്കാരങ്ങളും അത് വേർതിരിയേണ്ടതുണ്ട്. റാത്തിബത്തായ നിസ്കാരം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിത്യമാക്കിയിരുന്ന നിസ്കാരങ്ങളാണ്. അതേപോലെ ഇതര നാഫിലത്തുകൾ നിത്യാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം, എനിക്ക് തോന്നുന്നത് സഅദ് ബിൻ അബി വഖാസിൽ നിന്നുള്ള റിവായത്താണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹ നമസ്കരിക്കും. റസൂലുള്ളാഹി അത് ഒഴിവാക്കൂല എന്ന് ഞങ്ങൾ വിചാരിക്കോളം നിത്യമാക്കും. പിന്നെ റസൂലുള്ളാഹി നിസ്കരിക്കാതിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇനി റസൂലുള്ളാഹി നിസ്കരിക്കൂല. അങ്ങനെ അറിയിക്കുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. നിരൂപണ വിധേയമായ റിപ്പോർട്ടാണെങ്കിലും പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാഫിലത്തായിട്ടുള്ള നിസ്കരിച്ച നിസ്കാരങ്ങൾ അത് പിന്നെ റാത്തിബത്തിനെ പോലെ നിത്യമാക്കൽ പ്രബലമായതല്ല. അതുകൊണ്ട് തന്നെ അത്തരം നിസ്കാരങ്ങൾ ഇടയിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതിൽ ശരിയായ വീക്ഷണം. സൂര്യൻ ഉദിച്ച് ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ഒരു കുന്തത്തിൻ്റെ കതിര് കണ്ട് ഉയരുക എന്നുള്ളതാണ്. സൂര്യൻ ഉദിച്ചുയരുക എന്നുള്ളതാണ്. ഒരു കാമണിക്കൂർ സമയം. അത് ദുഹൂർ സൂര്യൻ മധ്യത്തിലാകുമ്പോഴാണ് നിസ്കാരം ഹറാം. ആ മധ്യത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ് 5 മിനിറ്റോ 10 മിനിറ്റൊക്കെ മുമ്പായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.